So LDS instruction has this format: load direct the data from the data space K to the register RD, where D varies from 0 to 31 unlike LDI instruction, and K can be the address of any data memory location irrespective of the fact that it is a general purpose register location or an IO memory address location or an SRAM location or any location coming under this category. So for example, consider this instruction LDS R20, OX01. അപ്പോൾ ഇത് പറയുന്നത് OX01 എന്ന ഡാറ്റ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തിട്ട് R20 രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നാണ്. Now you look at this OX01, that is 01 hexadecimal address ഉള്ള ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ ലൊക്കേഷൻ ആണ്. ജനറൽ പർപ്പസ് രജിസ്റ്റർ R1 ആണ് OX01 അഥവാ 0001 എന്ന മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഈ രജിസ്റ്ററിലെ കണ്ടന്റ് എടുത്തിട്ട് കോപ്പി ചെയ്യാൻ ലോഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് R20യിലേക്കാണ്. അപ്പോൾ ഫലത്തിൽ ഈ ഒരു ഓപ്പറേഷനെ കൊണ്ട്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് R1 രജിസ്റ്ററിലെ കണ്ടന്റ് R20 എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്ന സംഗതിയാണ് നടക്കുക. Now the converse of LDS, that is to store, STS, store direct to data space. Instruction format is STSK, RR. RR stands for a general purpose register where R can be from 0 to 31 once again, and K is the address of any data memory location. അപ്പോൾ ഏതൊരു രജിസ്റ്ററിലെ കണ്ടന്റും ഇഷ്ടമുള്ള ഏത് ഡാറ്റ മെമ്മറി ലൊക്കേഷനിലേക്കും നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് കഴിയുമെന്നർത്ഥം. സോ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് ഇൻസ്ട്രക്ഷൻ STS OX1 R10. OX1 എന്നുള്ളത് OX1 എന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ OX01 എന്ന് എഴുതാം. എന്നുള്ളത് എഗെയിൻ ജനറൽ പർപ്പസ് രജിസ്റ്റർ R1 ആണ്. അപ്പോൾ R1ലെ കണ്ടന്റ് R10ലേക്ക് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ പറയുന്നത്. OX1 എന്ന മെമ്മറി ലൊക്കേഷൻ R1 എന്ന രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിലെ കണ്ടന്റ് R10ലേക്ക് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഫലത്തിൽ ഈ LDSും STSും ഈ ഒരു ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമൊന്നുമില്ല. ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്ന പ്രതീതിയാണുള്ളത്. whereas in this instruction this is perfect. STS OX230 R25. This asks the processor to copy content of R25 to data memory space OX230. അപ്പോൾ R25ൽ നിന്ന് 230യിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. So that is the instruction, store to this location. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. LDSനെ സംബന്ധിച്ചിടത്തോളം അഡ്രസ്സിലുള്ള ലൊക്കേഷനിൽ നിന്ന് രജിസ്റ്ററിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. STSനെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്ററിൽ നിന്ന് ഈ അഡ്രസ്സുള്ള ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചെടുക്കരുത്. ഫലത്തിൽ ഈ രണ്ട് ഇൻസ്ട്രക്ഷനും തമ്മിൽ വ്യത്യാസമൊന്നും തോന്നാത്ത പ്രതീതിയാണ് വരിക. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് STS involves storage into a data memory space. LDS involve loading from a data memory space. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതാണ് എല്ലായ്പ്പോഴും സോഴ്സ്, ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇതാണ് സോഴ്സ്, ഇതാണപ്പം ഡെസ്റ്റിനേഷൻ. ഈ മെമ്മറി ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ മെമ്മറി ലൊക്കേഷനും ജനറൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ നമ്പറും വരുന്ന സമയത്ത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവാത്ത പ്രതീതിയാണ്. ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ നോക്കൂ, LDS R20, OX1. OX1 സ്റ്റാൻഡ്സ് ഫോർ രജിസ്റ്റർ R1 ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. R1ൻ്റെ മെമ്മറി സ്പേസ് അഡ്രസ്സാണത്. അപ്പോൾ R1ൽ നിന്ന് R20യിലേക്ക് മൂവ് ചെയ്യാനാണ് ഈ ഇൻസ്ട്രക്ഷൻ ആവശ്യപ്പെടുന്നത്. ഇനി ഇതിന് പകരമായിട്ട് ഞാൻ STS വെച്ചിട്ട് ഇൻസ്ട്രക്ഷൻ എഴുതുവാണ്. STS എനിക്ക് മൂവ് ചെയ്യേണ്ടത് ഇതേ ഇൻസ്ട്രക്ഷൻ്റെ ആക്ടിവിറ്റിയാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ OX01 എഴുതി, $01. ഡോളർ എന്നുള്ളത് പലപ്പോഴും സിസ്റ്റത്തിൽ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ OX എഴുതുന്നത്. OX01, R20. ഇതിലപ്പം സംഭവിക്കുക R20യിൽ നിന്ന് OX01ലേക്ക്,
അതായത് R1ലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ഇത് തിരിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ, തിരിച്ചാണ് ഞാൻ എഴുതിയത് എങ്കിൽ R20, $1 ആണ് എഴുതിയതെങ്കിൽ $1ൽ നിന്ന് R20യിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് ഫലത്തിൽ ഈ ലോഡ് എന്നുള്ള ഇൻസ്ട്രക്ഷനെ പറഞ്ഞ അതേ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടോൾഡ് യു ഈസ് ദാറ്റ് LDS R20, OX1 ചെയ്യുന്ന ആക്ടിവിറ്റി OX1ൽ നിന്ന് R1ൽ നിന്ന് R20യിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അതിന് പകരം ഞാൻ STS R1, R20 അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഇല്ല. R1ന് പകരം OX1 എന്ന് എഴുതാം. OX1, R20 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ R20യിൽ നിന്ന് R1ലേക്ക് ഡാറ്റ സ്റ്റോറേജ് നടക്കും. അപ്പോൾ ഇവിടെ R20യിൽ നിന്ന് R1ലേക്കാണ് ഡാറ്റ സ്റ്റോറേജ് നടന്നത്. ഈ STS എന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിന് പകരമായിട്ട് LDS R1, R20യുടെ അഡ്രസ്സാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ STS കൊണ്ട് നടന്ന അതേ ആക്ടിവിറ്റി തന്നെയാണ് നടക്കുക എന്നർത്ഥം. സോ ദാറ്റ്സ് അബൌട്ട് സ്റ്റോറേജ്. പക്ഷേ ആ രീതിയിൽ കൺഫ്യൂസ് ചെയ്യാതെ ഒരു മെമ്മറി സ്പേസിൽ നിന്ന് ലോഡ് ചെയ്യുക, ഒരു മെമ്മറി സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യുക എന്ന ഡയറക്റ്റ് രീതിയിൽ അങ്ങ് പരിഗണിച്ച് പോയാൽ ദർ ഈസ് നോ ക്വസ്റ്റൻ ഓഫ് കൺഫ്യൂഷൻ. അപ്പോൾ LDS ഇൻസ്ട്രക്ഷൻ്റെ സ്വഭാവം അതാണ്. ഒരു രജിസ്റ്ററിലേക്കാണ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുക. ഏത് മെമ്മറി സ്പേസിൽ നിന്നും ലോഡ് ചെയ്യാം. ആ മെമ്മറി സ്പേസ് ജനറൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ മെമ്മറി സ്പേസും ആവാം. STS ഒരു മെമ്മറി സ്പേസ് ലൊക്കേഷനിലേക്കാണ്, ഡാറ്റ മെമ്മറി സ്പേസ് ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നത് ഏതെങ്കിലും രജിസ്റ്ററിലെ കണ്ടന്റ് മാത്രമായിരിക്കും എന്നർത്ഥം. ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ കണ്ടന്റ് ഏത് മെമ്മറി ലൊക്കേഷനിലേക്കും, അതൊരു പക്ഷേ വേറെ ഏതെങ്കിലും ജനറൽ പർപ്പസ് രജിസ്റ്ററിൻ്റെ ലൊക്കേഷൻ, ഈവൻ സ്വന്തം രജിസ്റ്ററിൻ്റെ ലൊക്കേഷൻ പോലും ആകാം, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെ ലൊക്കേഷനും ആകാം. നൗ to enhance this load and store activity as long as IO devices are concerned or special function registers are concerned, there are these instructions say in and out as we have met in 8085 processor. There are these exact instructions in AVR controllers as well. However, in this case 8085 നമ്മൾ ഡെസ്റ്റിനേഷൻ, ഇന്നിനെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നും ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് എവിടെയാണെന്നുള്ളതും അണ്ടർസ്റ്റുഡ് ആണ്. ദാറ്റ് ഈസ് ദ അക്യുമുലേറ്റർ. എന്നാൽ AVRൽ ഒരു അക്യുമുലേറ്റർ അല്ല, പകരം 32 അക്യുമുലേറ്റർ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ദാറ്റ് ഈസ് ദിസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ സോഴ്സും ഡെസ്റ്റിനേഷനും ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഇൻ 8085ലും സോഴ്സും ഡെസ്റ്റിനേഷനും ഉണ്ടെങ്കിലും ഇന്നിനെ സംബന്ധിച്ചിടത്തോളം 8085ലെ ഡെസ്റ്റിനേഷൻ അക്യുമുലേറ്റർ ആണ്. ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം 8085ല് ഡെസ്റ്റിനേഷൻ അക്യുമുലേറ്റർ ആണ്. ഇന്നിനെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനേഷൻ അക്യുമുലേറ്റർ ആണ്. ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് അക്യുമുലേറ്റർ ആണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അക്യുമുലേറ്റർ എന്നുള്ള ഒരാൾക്ക് പകരം ഇവിടെ ഏത് രജിസ്റ്റർ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് എക്സാക്ട്ലി ലൈക്ക് 8085ലെ എന്ന് പറഞ്ഞത് ശരിയല്ല. ദിസ് ഇസ് സ്ലൈറ്റ് ഡിഫറെൻറ്റ് ബിക്കോസ് ഇൻ AVR controllers in instruction and out instruction will have both source as well as destination. ഒരു അഡ്രസ് സ്പേസിൽ നിന്ന്, ഒരു IO അഡ്രസ് സ്പേസിൽ നിന്ന് ഈ ജനറൽ പർപ്പസിൽ നമ്മൾ പറഞ്ഞ ഈ 0020 to 005F അല്ലെങ്കിൽ IO അഡ്രസ് 00 മുതൽ 3F വരെയുള്ള ഒരു സ്പേസിൽ നിന്ന് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യാൻ LDI ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. LDI R20, 0020 എന്ന് എഴുതിയാൽ ആദ്യത്തെ IO അഡ്രസ് സ്പേസിലുള്ള കണ്ടന്റ് എടുത്തിട്ട് ആ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. ഇത് കൂടാതെ ഇൻ എന്ന ഇൻസ്ട്രക്ഷനും അങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ ഔട്ട് എന്ന ഇൻസ്ട്രക്ഷനും ഉപയോഗിക്കാം. ദ ഇൻ ഇൻസ്ട്രക്ഷൻ ഹാസ് ദിസ് ഫോർമാറ്റ് in RD, A. RD is the symbol for a general purpose register where D varies from 0 to 31 once again, and A is the address of an IO address space. IO address spaceൽ അഡ്രസ്സ് മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ K പറയാതെ A എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫ്രം 0020 to 005F.
എന്ന റേഞ്ചിലുള്ള IO അഡ്രസ്സ് തന്നെ പറയണം. IO അഡ്രസ്സ് 00 മുതൽ 3F വരെ ആണ്. സോ ദിസ് A സ്റ്റാൻഡ്സ് ഫോർ ദിസ് IO അഡ്രസ്. IO അഡ്രസ് എന്ന് പറയുന്ന സമയത്ത് IO അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡാറ്റ മെമ്മറി അഡ്രസ്സും കൂടെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കണം. So for example, in R20, OX16 എന്നതാണ് ഇൻസ്ട്രക്ഷൻ എങ്കിൽ R20 എന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് OX16 16 എന്ന അഡ്രസ്സുള്ള ഇവിടെ എങ്ങനെ പോയിട്ട് 0001 അങ്ങനെ പോയിട്ട് 16 എന്നുള്ള അഡ്രസ്സുള്ള ഒരു രജിസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കും. ആ 16 എന്ന അഡ്രസ്സ് എടുക്കുമ്പോൾ ഇവിടെയുള്ള അഡ്രസ്സ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള 16 എന്നുള്ള അഡ്രസ്സ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്ററിന്റെ അഡ്രസ്സിൽ പെട്ടതാണ്. അപ്പോൾ ഇൻ ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന അഡ്രസ് ദാറ്റ് മസ്റ്റ് ബി ആൻ അഡ്രസ് ഫ്രം ദി IO അഡ്രസ് സ്പേസ് ഓൺലി. So this asks the processor to load the IO register having address hexadecimal 16, content of the IO register having address hexadecimal 16 to the general purpose register R20. Now to acquaint with these three instructions, we will see some bit programs. LDI R16, OX55. OX55 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ 55 എന്ന വാല്യൂ R16 എന്ന രജിസ്റ്ററിലേക്ക് ഇമ്മീഡിയറ്റ് വാല്യൂ 55 R16 എന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ R16 എന്ന അഡ്രസ് ഉള്ള രജിസ്റ്ററിലേക്ക് ഈ വാല്യൂ ലോഡ് ചെയ്യപ്പെട്ടു. നൗ STS OX38, R16. OX38 ഡോളറിൽ 38 എന്ന അഡ്രസ്സ് വരുന്നത് 1F വരെയുള്ളത് ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. 20 മുതൽ 5F വരെയുള്ളത്. അപ്പോൾ അതിനകത്തായിരിക്കും 38 എന്ന അഡ്രസ്സ് ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ ഈ അഡ്രസ്സ് ഡാറ്റ അഡ്രസ് സ്പേസിലുള്ളതാണ്. ഡാറ്റ അഡ്രസ് സ്പേസിൽ 38 എന്ന അഡ്രസ്സ് ഉള്ളത് ഒരു IO രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും 38 എന്ന അഡ്രസ് ഉള്ളത് പോർട്ട് B ആണ്. പോർട്ട് B ആണ് 38 എന്ന അഡ്രസ് ഉള്ളത്. അതിൻ്റെ IO അഡ്രസ്സാണ് $18. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണം. ഈ അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ STS LDS എന്നീ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ ദിസ് ആസ്ക് ദ പ്രോസസർ ടു സ്റ്റോർ content of R16 register R16 to port B. port B യുടെ അഡ്രസ് ആണ്, ദിസ് ഈസ് റോങ്, ടെക്സ്റ്റിലെ റോങ് ആണ്, 38 എന്ന അഡ്രസ്. 38 എന്ന അഡ്രസ് IO അഡ്രസ് സ്പേസിൽ 18 ആണ്. സോ ഇറ്റ്സ് സംതിങ് റോങ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. നൗ STS OX35 R16. OX35ഉം IO അഡ്രസ് സ്പേസിലുള്ളതാണ്. OX35 you can see that it is 35 is port C. പോർട്ട് സിയിലേക്ക് കോപ്പി ചെയ്യാനാണ്, സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. STS OX32 R16. R16ലെ കണ്ടന്റ് OX32ലേക്ക്. ദിസ് ഈസ് എ റിപ്പീറ്റീഷൻ എറർ. അത് പോർട്ട് D ആണ്. പോർട്ട് ഡിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ചെയ്താൽ ആദ്യം ഹെക്സാഡെസിമലിലെ 55 എന്ന നമ്പർ R16 ലോഡ് ചെയ്യും. അത് പോർട്ട് ബിയിലേക്കും പോർട്ട് സിയിലേക്കും പോർട്ട് ഡിയിലേക്കൊക്കെ കോപ്പി ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ STS. നൗ LDS, ലോഡ് ഡയറക്റ്റ് ഫ്രം ഡാറ്റാ സ്പേസ് OX220. OX220 സ്പെഷ്യൽ ഫംഗ്ഷൻ ഒന്നുമല്ല. 220 എന്നുള്ളത് വലിയ അഡ്രസ് ഡൊമൈനിലേക്ക് പോയിട്ടുള്ളതാണ്. 220 എന്ന അഡ്രസ്സുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തിട്ട് R30 രജിസ്റ്ററിൽ വെക്കാൻ പറഞ്ഞു. 221 മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തിട്ട് R31 ലൊക്കേഷനിൽ വെക്കാൻ പറഞ്ഞു. രണ്ട് ലൊക്കേഷനും കൂടെ ആഡ് ചെയ്തു. R31ഉം R30യും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ റിസൾട്ട് സ്വാഭാവികമായിട്ടും R31 ഉണ്ടായിരിക്കും. ദാറ്റ് യു സേവ് ടു എ ലൊക്കേഷൻ സേ 221. So this is in fact a program to add two 8-bit numbers, and we ascertain that the result is also 8-bit, and we assume that these numbers that are to be added are already stored in the
memory locations with address 220 and 221. You can take these two numbers in any of the two general purpose registers out of the total 32 general purpose registers, add them and store